പണ്ടൊരാൾ പാസ്റ്റർ പ്രസംഗിച്ച് ഇറങ്ങി വന്നവർ പറഞ്ഞു, എനിക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ട ഒരു പ്രസംഗം ഇതുപോലെ കേട്ടിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. അവ പറഞ്ഞു, ഞാനിവിടെ നിർത്താൻ പോകണമെന്ന് പറഞ്ഞല്ലോ, ആ ഭാഗമാണ് എനിക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയെന്ന് പറഞ്ഞു. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ പൗലോസ് പറയുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവാൻ എഴുതിയത് ഏതിൻ്റെ ഒടുവിൽ eventually be strong in the Lord. അവസാനമായി ഒടുവിൽ ഏതിൻ്റെ ഒടുവിലായി പറഞ്ഞത്? മോളിൽ പറഞ്ഞതിൻ്റെ ഒടുവിൽ. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, യജമാനന്മാരെ, ദാസന്മാരെ, മക്കളെ എന്ന് വിളിച്ചാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. കാരണം പിശാചിൻ്റെ തന്ത്രങ്ങൾ ഇതിൻ്റെ പുറകിൽ ഉണ്ട് എന്നുള്ളത് കുടുംബത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഒന്നാമത്തെ കല്യാണത്തിൽ വന്ന പാളിച്ചയാണ് യേശു തമ്പുരാൻ ലോകത്തിൽ വരാനിടയായത്. അപ്പോൾ ദൈവത്തിന് പാളിച്ച പറ്റിയെന്നുള്ളതല്ല, മനുഷ്യന് പാളിച്ച പറ്റി. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി എന്ന് ബൈബിൾ പറയുന്നു. അവിടെ സന്തോഷമായ കുറെ ദൈവത്തിന് സദൃശ്യന്മാരെ സൃഷ്ടിക്കാനാണ് ദൈവം ഉദ്ദേശിച്ചത്. പിശാചി പണി തെറ്റിച്ചു. സ്വർഗത്തിൽ നിന്ന് ഫയർ ചെയ്യപ്പെട്ട സാത്താൻ ഭൂമിയിൽ ജയിച്ചു, കുടുംബങ്ങളെ തകർത്തു. ഇവർ വെളിയിൽ പോകേണ്ടി വന്നു. അതിൻ്റെ പരിഹാരമായി ക്രിസ്തു ലോകത്തിൽ വരാനിടയായി. ആ പറഞ്ഞ പുള്ളി ഇന്നും ഭൂമിയിൽ ഊടാടുന്നു. ഇവിടെ വെച്ചിരിക്കുന്ന പൂവ് ഏദൻ തോട്ടത്തിൻ്റെ ഓർമ്മയാണെന്ന് എൻ്റെ വിചാരം. പക്ഷേ അതിനിടയിൽ പാമ്പ് കൂടെ വരുമെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പം അവിടെയാണ് ഈ പ്രസംഗത്തിൻ്റെ ആവശ്യം വരുന്നത്. അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയുന്നില്ല. ഇന്ന് മലയാളക്കരയിലെ ക്രിസ്ത്യാനികൾക്ക് ഭാഗ്യവശാൽ നമുക്കൊരു ട്രഡീഷൻ ഉള്ളവരാണ്. കഴിഞ്ഞ 2000 കൊല്ലത്തെ മലങ്കരയിലെ ക്രിസ്തീയ സമുദായത്തിൻ്റെ ജീവിതത്തിൽ ഉപക്ഷണങ്ങളില്ലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പാരമ്പര്യം നമ്മുടെ രക്തത്തിലുണ്ട്. പെന്തക്കോസ്തുകാരനല്ലെന്നും കണ്ട് അവൻ ഭാര്യയെ ഉപേക്ഷിച്ച് ഒന്നും പോയിട്ടൊന്നുമില്ല. ഇവിടെയുള്ള യാക്കോബയ, കത്തോലിക്ക, മറ്റേ ക്രിസ്തീയ സമൂഹങ്ങളെല്ലാം തന്നെ ഫാമിലി ലൈഫിൽ വളരെ അത് കീപ്പപ്പ് ചെയ്തിട്ടുള്ളവരാണ്. പാളിച്ചകൾ എല്ലാവർക്കും വരാമല്ലോ. എന്നാൽ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് മാറി വരുന്നു. വിവാഹമോചനമൊക്കെ വർദ്ധിക്കുന്നു. ഭാഗ്യവശാൽ ഇവർ രണ്ടുപേരും ചെറുപ്പത്തിലെ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരുമായതുകൊണ്ട് നമ്പർ 1 നമുക്ക് അവരെ സംബന്ധിച്ച് സന്തോഷിക്കാം. രണ്ടാമത്, ഇവർ നിൽക്കുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് കൂട്ടായ്മയിലാണ്. എന്ന് പറഞ്ഞാൽ വേലിക്കെട്ടുണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സഭയിൽ നിൽക്കുന്നത്. നമ്മൾ ഒരു തെറ്റായ കാര്യം ചെയ്താൽ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സഭയാണ്. സോ വി ഹാവ് ടു ഗീവ് അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു ഫെലോഷിപ്പിലാണ് ഇവർ നിൽക്കുന്നത്. അതുകൊണ്ട് അതും ഒരു പ്രൊട്ടക്ഷനാണ്. കളി നടക്കുകയില്ല, തോന്നിയ സംഭവം നടക്കുകയില്ല. ചോദ്യം ചെയ്യും, പാസ്റ്റ് ചെയ്യും, അല്ലെ സഭ ചെയ്യും. അത് ഡെഫിനറ്റാണ്. അപ്പം അതുകൊണ്ടും കൂടെ കുടുംബജീവിതം സെക്യൂറാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അത് വേറൊരു സെക്യൂരിറ്റിയാണ്. അപ്പം ഈ സെക്യൂരിറ്റി ഇല്ലാതെ വരുന്നത് കൊണ്ട് തുറന്നു വിടുക. അമേരിക്കയിലെ തകരാറിലൊന്ന് ഹ്യൂമൻ റൈറ്റാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം. ഭാര്യയെ തുറച്ചു നോക്കിയ ആൾക്ക് കേസ് കൊടുക്കാം. എന്നെ കുറച്ചു നേരം തുറച്ചു നോക്കിയത് ഹ്യൂമൻ റൈറ്റ്. പിന്നെ ആ പുരുഷൻ എൻ്റെ പുറകെ കാറിൽ കുറേ നേരം വന്നു, അതിനുടനെ ഹ്യൂമൻ റൈറ്റ് കേസ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ തൊട്ടതിന് മുഴുവൻ കേസ് കൊടുക്കാവുന്ന ഒരു രാജ്യം അമേരിക്ക. ഭാര്യയ്ക്ക് ഈസി ആയിട്ട് കേസ് കൊടുത്ത് വിവാഹമോചനം നേടാം. എൻ്റെ ഒരു ബന്ധു അമേരിക്കയിലുണ്ട്, വിവാഹമോചനം നേടി. ആ കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇതൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ സിസ്റ്റം ഹ്യൂമാനിസം, മെറ്റീരിയലിസം
സെക്യുലറിസം. ഇത് മൂന്നാണ് അമേരിക്കയിൽ നിന്ന് ഭരിക്കുന്നത്. പള്ളിയിലോ പൊതുസ്ഥലങ്ങളിലോ മതത്തെക്കുറിച്ച് മിണ്ടിപ്പോകരുത്, സ്കൂളുകളിൽ മിണ്ടരുത്. അപ്പം തീർന്നു. ഇവിടെ ഒരു സായിപ്പ് വന്നപ്പോൾ ഞാനൊരു കടയിൽ കൊണ്ടുപോയപ്പം യേശുവിൻ്റെ പടം വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞങ്ങളുടെ നാട്ടിൽ ഇത് പറ്റിയല്ലോ, ഇത് ഹൈന്ദവ രാജ്യമാണ്, ഭാരതമാണ്, ഇവിടെ ക്രിസ്തുവിൻ്റെ പടം വെക്കാം. എന്നാൽ ക്രിസ്തീയ രാജ്യമെന്ന് അഭിമാനിക്കുന്ന അമേരിക്കയിൽ അത് പറ്റിയല്ല. സെക്യുലറിസം, ഹ്യൂമാനിസം, പിന്നെ മെറ്റീരിയലിസം, ഭൗതികവാദം, നല്ല സൗകര്യങ്ങളും. അപ്പം അതുകൊണ്ട് അവിടെ ഇന്ന് കുടുംബജീവിതം കുഴഞ്ഞു. അപ്പടി കുഴച്ചില്ല. സ്വർഗത്തിലോട്ട് പോകുന്ന പോലെ അമേരിക്കയിലോട്ട് എല്ലാവരും പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പറയുന്ന കാര്യം പിന്നെ ധനവാന്റെ അനുഭവങ്ങളാണ്. കേൾക്കേണ്ട ആവശ്യമാണ്. ധനവാൻ പറഞ്ഞതുപോലെയാണ് പലരും പറയുന്നത്. പോട്ടെ, ഞാൻ ആ ഭാഗവും വിടുകയാണ്. അപ്പം ഇവരറിയേണ്ടതായ ചില കാര്യങ്ങൾ വിശ്വാസികളാണ്, അവർക്കറിയാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിലെ 1 മുതലുള്ള വാക്യങ്ങൾ. സുവിശേഷം 7-ാം അധ്യായം തന്നെ. കർത്താവിന്റെ നന്ദിയോടെ സ്തോത്രം. 7-ാം അധ്യായം 1 അതിലെ 24-ാം വാക്യം സഹോദരന്മാരിൽ ഒരാളൊന്ന് വായിച്ചേ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ക്രിസ്തുവിന്റെ 2 പ്രഭാഷണങ്ങളാണ് ബൈബിളിലെ ഏറ്റവും പ്രധാന പ്രഭാഷണങ്ങൾ. ഒന്ന് ഒലിവ്മലയിലെ പ്രസംഗവും, ഒന്ന് ഇവിടെ നമ്മൾ ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ പറയുന്നതായ ഗിരിപ്രഭാഷണം. അപ്പോൾ അതിനകത്ത് യേശു ഫൈനലായി പറഞ്ഞത്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത മനുഷ്യനോട് സദൃശ്യൻ, ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശ്യൻ. അപ്പൊ വീട് പണിയാനായിട്ട് പോകുക. ഇവര് ഷിനു ആൻസി വീട് പണിയാൻ പോകുന്നതിന്റെ പ്രിൻസിപ്പിൾ എന്തായിരിക്കണം? ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പോയിന്റ്സുകൾ, 6 പോയിന്റ് കല്യാണത്തിൽ അപ്ലൈ ചെയ്താൽ അത് സത്യമായും ഈ ഭൂമിയിൽ ഒരു കെട്ടിടം പണിയാനുള്ള സകല സാധ്യത അതിനകത്തുണ്ടാകും. അതിൽ ഒന്നാമത് യേശു പറഞ്ഞിരിക്കുന്നത് 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിന്ന് വായിച്ചു. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന്. വിധിക്കരുത്. ഒന്നാമത്തെ കാര്യം, വീട് പണിയുന്ന ഈ സ്വർഗത്തിലെ വീട് പണിയുന്നതിന് ഇത്രയും വലിയ പ്രിൻസിപ്പിൾ വേണ്ട. ഡോണ്ട് ക്രിട്ടിസൈസ്, വിധിക്കരുത് തമ്മിൽ. ഡോണ്ട് ജഡ്ജ് ഈച്ച് അതർ. ട്രബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറ്റം കണ്ടുപിടിക്കുമ്പോഴാണ്. എപ്പോഴും ക്രിട്ടിക്. ഒരു ഹസ്ബൻഡ് എപ്പോഴും ക്രിട്ടിക്കാണ്, വൈഫ് ക്രിട്ടിക് ആണെങ്കിൽ that is the end of that family. Finish. തൊട്ടതിനെല്ലാം ഈ കളിക്കളത്തിൽ വിസിലും പിടിച്ച് ഫൗൾ അടിക്കാൻ നടക്കുന്ന റഫറിയെ പോലെ തുടങ്ങരുത്. ഫൗൾ എല്ലാം ഫൗളാ. ഭാര്യയ്ക്ക് ഫൗള്, ഭർത്താവിന് ഫൗള്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. ഇത് പാറമേൽ വീട് പണിയാൻ പോവുക. സ്വർഗത്തിൽ തന്നെ പണിയുന്ന കാര്യം ഇവിടെ കൂടെ പണിയണം. ഡോണ്ട് ക്രിട്ടിസൈസ്. വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, ഇതൊക്കെ ശരിയാണ്. എത്ര 1000 കുടുംബങ്ങൾ മിണ്ടാത്തവരുണ്ട്. അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ പ്രതിഫലിക്കണം, റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പൊ ക്രിറ്റിസിസം എന്ന പിശാച് നിങ്ങളിൽ കയറാതിരിക്കാൻ ശ്രമിച്ചോണം. കാണുന്നതിനെല്ലാം കുറ്റം പറയുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ ഭാര്യ ജീവിക്കാൻ നോക്കിയില്ല. അതുപോലെ തന്നെയാണ് തിരിച്ചു. വീട്ടിൽ താമസിക്കാനൊക്കെ എന്ത് ചെയ്യും? വിധിക്കാതിരിക്കേണ്ടതിന് വിധിക്കപ്പെടരുത്, വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ തമ്മിൽ എപ്പോഴും ആർഗ്യുമെന്റിൽ ചെയ്യരുതെന്ന് ഞാൻ പറയുകയാണ്. അതൊരു പ്രിൻസിപ്പിളാണ്. അടുത്തത്, കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തേത്,
അതിൽ 6-ാം വാക്യം വായിച്ചാൽ വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. യേശു തമ്പുരാൻ പറഞ്ഞൊരു കാര്യം, that which is holy, ജീവിതത്തിൽ നിങ്ങളുടെ വിശുദ്ധമായത് എന്തോ അത് കാത്തോണം. Don't throw it before the dogs. മനസ്സിലായോ? അതിന്റെ ഭാഷ വിശുദ്ധമായത് നായ്ക്കൾക്ക്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടരുത്. God has given you a holiness. ആ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നതായ ആ വിശുദ്ധിയെ യാതൊരു കാരണവശാലും അശുദ്ധമാക്കരുത് എന്നാ പറഞ്ഞത്. അത് കർത്താവിന്റെ 2ാമത്തെ പ്രമാണമാണ്. പാറമേൽ വീട് പണിയാൻ പോകുന്നതാണ്. കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃമാരുടെ വിശ്വസ്തത, ഈച്ചത, അതിനൊക്കെ ഒരുപാട് കഥയുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. അടുത്തത് 7-ാം വാക്യം വായിക്കാം. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പ്രാർത്ഥനയെ കുറിച്ച് യേശു പറഞ്ഞു 3-ാമത്തെ ഒരു കല്ല് പ്രാർത്ഥിക്കുന്ന കുടുംബമായിരിക്കണം. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നല്ലേ, പള്ളിയിൽ നിന്നിവിടെ പ്രാർത്ഥിക്കും, ഇവിടെയും പ്രാർത്ഥിക്കും, എല്ലാം പ്രാർത്ഥിക്കണം. ഇത്രയും ലൈറ്റായിട്ട് ഇത്രയും നിസ്സാരമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് പ്രാർത്ഥന പോലെ വേറെ ഇല്ല. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. പിന്നെ പ്രാർത്ഥന എന്താണെന്ന് അവനോട് ചോദിച്ചു വരുമ്പോഴേ അറിയുന്ന അവൻ തന്നെ ഇത് അറിയാൻ പറ്റില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും അദൃശ്യനായ ദൈവത്തെ ബന്ധിക്കുന്നതായ ചരടാണ് പ്രാർത്ഥന. അതുണ്ടെങ്കിൽ ലോകത്തെ കീഴടക്കാം. യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ തുറക്കപ്പെടും. അത് മതിയല്ലോ. നിന്റെ ജീവിതത്തെ മുഴുവനായി അത് ബലപ്പെടുത്തുവാനും ശക്തിപ്പെടുത്തുവാനും കഴിയുന്ന പ്രാർത്ഥന മുറി 3-ാമത്തെ കല്ലാണ്. ഈ പാറമേൽ ഈ കല്ല് നിങ്ങൾ ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയില്ലാത്തടത്ത് കുഴപ്പമുണ്ടാവും. ഇയ്യോബിന്റെ വീട്ടിൽ പിശാച് വന്നപ്പോൾ വേലി കെട്ടിയത് കണ്ടുകൊണ്ട് ഇറങ്ങിപ്പോയതാ. അവിടെ കയറാൻ ഒത്തില്ല. നീ അവനെ വേലി കെട്ടിയത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ ഒത്തില്ല, വേലി പൊളിക്ക് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥനാ ജീവിതമില്ലാത്തവന്റെ വീട്ടിനകത്ത് അശുദ്ധി കയറും. അവന്റെ ജീവിതത്തിൽ സകലതും വന്നുകയും അപകട മരണം, അനർത്ഥങ്ങള്, ആപത്തുകള്, മാരക രോഗങ്ങള്, മക്കൾ ബുദ്ധിയില്ലാത്തവർ എന്ന് വേണ്ട നാശത്തിന്റെ സർവനാശ വിത്തവൻ വിതയ്ക്കും പ്രാർത്ഥനയില്ലാത്തവരുടെ വീട്ടിൽ. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് എപ്പോഴും ആവശ്യപ്പെടുന്ന ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. an attitude of prayer. എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ it is an attitude of prayer. We must have that quality. മുട്ടുകുത്തിയിരുന്ന കടുപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം തന്നെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു വിശ്വാസി ഭാര്യയോ ഭർത്താവോ ആയിക്കൊള്ളട്ടെ, let them have an attitude of prayer always, whether you are in training, whether you are in the house, wherever you go, but in an attitude of prayer you need. മുട്ടുവീൻ തുറക്കപ്പെടും. ഞാനത് വിശ്വസിക്കുന്നു. 57 കൊല്ലമായി ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നിട്ട്, 42 കൊല്ലമായി ശുശ്രൂഷയിൽ വന്നിട്ട്, 55 കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലൊക്കെയാണ് പറയുന്നത്. എനിക്ക് 5 മക്കളും 12 കൊച്ചുമക്കളും എല്ലാം ഉണ്ട്. പ്രാർത്ഥനാ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ മുതലാക്കിയത് മുതലാണ് കാര്യങ്ങൾ മാറിയത്. കാര്യങ്ങൾക്കെല്ലാം തിരിച്ചിലും മറിച്ചിലും ഉണ്ടാക്കിയത് പ്രാർത്ഥനയാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർത്തുകൊള്ളണം. കർത്താവിന് നന്ദിയുടെ സ്തോത്രം. 13-ാം വാക്യം വായിച്ചാട്ടെ ബ്രദർ. 13 ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ മതി. ഇടുക്കുവാതിലൂടെ കടക്കാൻ ശ്രമിച്ചോണം. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വലിയ വീതിയുള്ളതാണ്. സോ വൈഡ്, വളരെ വീതിയുള്ളതാണ്. സെപ്പറേഷൻ വേണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇടുക്കുവാതിൽ എല്ലാം തിന്നാൻ മേല, എല്ലായിടത്തും പോകാൻ മേല, എല്ലായിടത്തും ഇരിക്കാൻ മേല. ഇത് നീ പോകുന്നത് ഒരു സ്പെഷ്യൽ ഇതിൽ കൂടിയാണ് പോകുന്നത്. ആ ട്രാക്ക് മാറിയ പോയി. അപ്പൊ ഇടുക്കുവാതിലൂടെ കടക്കാൻ ശ്രമിപ്പീൻ. That's an exhortation to the saints as well as the bride and bridegroom. ഇടുക്കുവാതിലൂടെ കടക്കാൻ ശ്രമിപ്പീൻ. ജീവിതത്തിൽ ഈ സത്യങ്ങൾക്ക് വേണ്ടി വന്നതിനാൽ ഒരുപാട് കഷ്ടങ്ങൾ, അപമാനങ്ങൾ സഹിച്ചവരാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ള ആൾക്കാർ. ഈ വേർപാട് സമൂഹത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് നിന്ദകൾ സഹിച്ചവരുണ്ട്. ഇടുക്കുവാതിൽ കടന്നത് മദ്യപാനം,
വെറിക്കൂത്ത്, വ്യഭിചാരം, ദുർനടപ്പ്, അശുദ്ധി, കപട, ജഡത്തിന്റെ പ്രവൃത്തിയോട് യാത്ര പറയുവാൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിയതായ വിശുദ്ധന്മാരുടെ ഒരു സംഘമുണ്ട്. സംഘത്തിലാണ് നിങ്ങൾക്ക് ട്രൈ ടു പാസ് ത്രൂ ദാറ്റ് സ്ട്രൈറ്റ്. ഇടുക്കുവാതിലൂടെ കടക്കണം. കാണുന്നിടത്തെല്ലാം പോകാമെന്ന് ധരിക്കരുത്. കണ്ണിന് ആനന്ദമാണെന്നിടത്തല്ല പോകാൻ പാടില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇന്റർനെറ്റ് യുഗത്തിലാണ്. ഞാൻ താമസിക്കുന്നത് പെരുമ്പാവൂരാണ്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ മാർത്തോമ കോളേജിൽ പ്രസംഗിക്കാനായിട്ട് വന്നത് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറാണ് മനോജ് എബ്രഹാം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കേരളത്തിൽ നടക്കുന്ന ക്രൈം റേറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ഓരോ 8 മണിക്കൂറിലും ഒരു യുവാവും ഒരു യുവതിയും പോലീസ് കണക്കനുസരിച്ച് അപ്രത്യക്ഷപ്പെടുന്നു. ഓരോ 4 മണിക്കൂറിലും സെക്ഷൽ അബ്യൂസ്. ഇത്ര കൊലപാതകം, ഇത്ര അക്രമം, ഇത്ര ആത്മഹത്യ എന്നെല്ലാം പറഞ്ഞിരിക്കുക. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഇതിനെല്ലാം കാരണം യൗവനക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ സൂത്രമാണ് പറഞ്ഞു. മൊബൈൽ എടുത്ത് കാണിച്ചിട്ട് പിള്ളേരോട് പറഞ്ഞ് സൂക്ഷിച്ചോണം, ഇതിനകത്ത് നിനക്ക് കൊലക്കയർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് മറക്കരുന്ന്. പോലീസ് സിറ്റി കമ്മീഷണർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണേ. പ്രൈവസി എല്ലാം പോയ കാലമാണ്. ആർക്കും ആരോടും ഒക്കെ വർത്താനം പറയാം. നമുക്കറിയാമോ ഇതിനകത്ത് ആരെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണേ. ഇടുക്കുവാതിലൂടെ കിടപ്പാൻ ശ്രമിപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വളരെ വലുത്, അതിലേക്ക് പോകരുതെന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനി 17-ാം വാക്യം കൂടെ ബന്ധനെ ഒന്ന് വായിച്ചാട്ടെ. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കണേ. കർത്താവ് പറഞ്ഞാണ്. അപ്പോൾ നല്ല വചനങ്ങളെ കേട്ട് ഈ ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത മനുഷ്യനോട് സദൃശൻ. അപ്പോസ്തലനായ പൗലോസ് വിവാഹത്തോടുള്ള ബന്ധത്തിൽ സ്ത്രീ പുരുഷന്മാർക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ സ്ഥലം സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. അത് ഭാര്യ അറിയേണ്ട 7 കാര്യം വായിച്ച് ഞാൻ വിടാം. വായിച്ചാൽ തീത്തോസിന്റെ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. സ്ഥലം സഭയുടെ ബിഷപ്പായിരുന്ന തീത്തോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായം 4-ാം വാക്യം. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർതൃപ്രിയമാരും. നമ്പർ 1 ഭർതൃപ്രിയായിരിക്കണം. 2 പുത്രപ്രിയ. അടുത്തത് സുബോധമുള്ളവർ, പാതിവൃത്യമുള്ളവരും, വീട്ടുകാര്യം നോക്കുന്നവരും, ദയയുള്ളവരും, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് ട്രെയിൻ ചെയ്യണമെന്ന്, നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്ന്. അമ്മമാര് പെൺമക്കളെ ട്രെയിൻ ചെയ്യണമെന്നാണ് പൗലോസ് എഴുതിയത്. ഏതെല്ലാം കാര്യം? ഭർതൃപ്രിയായിരിക്കണേ. അതാ പ്രധാനം. അത് ഈ കൈ കൊണ്ട് പിടിപ്പിച്ചോട്ടത് കാര്യമില്ല, മനസ്സുകൊണ്ട് യോജിക്കാതെ വല്ല കാര്യമുള്ളൂ. ഒരിക്കൽ ഭാര്യ മരിച്ചപ്പോൾ ഒരാൾ പരിശോധന എഴുന്നേറ്റെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ വളരെ നല്ല ഭാര്യയായിരുന്നു. എൻ്റെ സഹോദരന്മാരെ, അവള് കറക്കാൻ ചെന്ന പശു ഒരു കുത്തു കൊടുത്തു, ചത്തുപോയിരുന്നു. അത് പറഞ്ഞ് ഇരുന്നിയ ഉടനെ ഒരുത്തൻ ചെവിയുമെന്ന് പറഞ്ഞു, ആ പശുവിനെ ഞാൻ എടുത്തോളാം, കൊടുക്കരുത്, എന്നാ വിലയ്ക്ക് വേണേലും ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് അത്രയും ഒരു പശുവിനെ ഞാൻ നോക്കി നടക്കുക. ഇന്നത്തെ കുടുംബജീവിതത്തിന്റെ ഒരു ഭാഗം പറഞ്ഞതേ ഉള്ളൂ. ഭർത്താവിനോട് പ്രിയല്ല, പാസ്റ്റർ PM ഫിലിപ്പ് പറയുമായിരുന്നു, പട്ടിയും പൂച്ച ഒരു വീട്ടിൽ താമസിക്കും, സ്നേഹം കൊണ്ടൊന്നും അല്ല. വീടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, സ്നേഹം കൊണ്ടൊന്നും അല്ല. അങ്ങനെയല്ല, ഭർതൃപ്രിയായിരിക്കണം. ഞാൻ ഒരു കാര്യം പറയാം. ഈ സദൃശവാക്യം 31-ൽ സാമർഥ്യമുള്ള ഭാര്യ 31 കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ 31 കാര്യം പ്രാർത്ഥിക്കണമെന്ന് ഉപവസിക്കണമെന്നുമല്ല, മുഴുവൻ വീട്ടുകാരും ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളത് സ്റ്റഡി ചെയ്ത് നോക്കൂ. കംപ്ലീറ്റ്ലി സ്പിരിച്വൽ അല്ലത്. അത് ബേസ് ചെയ്തിരിക്കുന്ന മുഴുവൻ കുടുംബത്തെ ബേസ് ചെയ്താണ്. റിബേക്കയെ പോലെ നല്ല ആഹാരം ഉണ്ടാക്കാൻ മിടുക്കിയായിരിക്കണം ഭാര്യ. അപ്പനെ പറ്റിക്കാനായിട്ട് അങ്ങനെ തന്നെ കാട്ടിറച്ചിയാണെന്ന് പറഞ്ഞ് അവൾ 1-ാമത്തെ ക്ലാസ്സായിട്ട് ഉണ്ടാക്കി. പുള്ളി മണത്തപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് കറിയാന്ന് പറഞ്ഞു.
കേട്ടോ. ഭാര്യമാരെ കുക്കിങ്ങിന് മിടുക്കരായിരിക്കണം. ഞാൻ നിർബന്ധം പറയാണ്, ഭാര്യമാർ കുക്കിങ്ങിൽ വളരെ കഴിവുള്ളവരായിരിക്കണം. അത് ഈ ഹൃദയത്തിലേക്കുള്ള വഴി വയറ്റിൽ കൂടിയാണ് ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്. അപ്പോൾ വല്ലതൊക്കെ ചൊവ്വ ഉണ്ടാക്കാൻ കൂടെ പഠിക്കണം. പഠിച്ചതുകൊണ്ട് കാര്യമായില്ല. ഉപ്പുമില്ല, എരിവില്ല, പുളിയില്ല. ഇത് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു, പ്രഷറാ ഷുഗറാണെന്നൊന്നും പറയരുത്. കഴിക്കേണ്ടവന് വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ പഠിക്കണം. ഇതൊന്നും പഠിക്കാതെ ചുമ്മാതെ വന്നുകൊണ്ട് ഭാര്യ ആയതുകൊണ്ട് കാര്യമില്ല. അവളുടെ അറ്റ്മോസ്റ്റ് അവൾ ചെയ്തു. അത് കഴിച്ച സാക്കിന് വളരെ നന്നായിരുന്നു. അതാണ് ബുദ്ധിയുള്ളൊരു ഭാര്യ. നിങ്ങൾക്കറിയാമല്ലോ, യഹൂദന്മാരുടെ കഴുത്ത് മുഴുവൻ വെട്ടാൻ തീരുമാനിച്ചപ്പോൾ എസ്റ്റർ ബുദ്ധിയുള്ളൊരു ഭാര്യയായി ആക്ട് ചെയ്ത് നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ്? അവൾ അനങ്ങിയില്ല. ഒരു വിരുന്നിന് രാജാവിനെ വിളിച്ചു. 1, 2, 3 ദിവസം വലിയ ആളുകളെ പിറ്റേ ദിവസം അവരുടെ തലപോണ പണിയാണ്. പക്ഷെ അവൾ ശാന്തമായിട്ട് രാജാവിനോട് പറഞ്ഞൊരു വിരുന്നിന് വരാൻ. അങ്ങനെ വലിയ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിൽ ബുദ്ധിമതിയായ എസ്തേർ, രാജാവ് ചോദിച്ചു, നിനക്ക് എന്നാ വേണം? ഇവനെ ഞങ്ങളുടെ ആളുകളെ കൊന്നെന്നും പറഞ്ഞ് കുറേ എണ്ണ ഒഴിക്കുകയല്ലേ. ഇത് പതുക്കിയാ പറഞ്ഞത്. ഇവനാ കാര്യം ഞാൻ ഒരു ഹാമാനെ കൂടി ഒന്ന് ക്ഷണിക്കണമെന്ന് പറഞ്ഞു. ആ കഥയൊന്നും പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ തല കെട്ടാൻ രാജാവ് ഓർഡർ ഇട്ടു. ആ വിഷയം അവൾ കൈകാര്യം ചെയ്തത് വളരെ ബുദ്ധിയോടെയാണ്. Be wise in whatever we do. ഭർത്തൃപ്രിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ we need wisdom. ദൈവം എല്ലാം ചെയ്യുമെന്ന് പറയരുത്, നമുക്ക് വിസ്ഡം വേണം. ഭർത്തൃപ്രിയായിരിക്കണം, പുത്രപ്രിയായിരിക്കണം. മക്കളെ വളർത്തുന്ന കാര്യം, അതിനെക്കുറിച്ച് പറയാൻ പോയാൽ ഒരുപാട് കാര്യമുണ്ട്. ഈ മക്കളെ കഴിച്ചു പോകുന്നതിൻ്റെ കാരണം ആരാ? അപ്പനും അമ്മയാണ്. കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ ഒരു ഇന്റർവ്യൂ നടന്നു. നേഴ്സിംഗിന് ഒരു ഇന്റർവ്യൂ നടന്നപ്പോൾ ഒരു ചോദ്യം, നിന്റെ ജീവിതത്തിൽ നിന്നെ സ്വാധീനിച്ച റോൾ മോഡൽ ആരാണ്? ഒരാൾ എഴുതി ഇന്ദിരാഗാന്ധിയാണ്, ഒരാൾ എഴുതി മഹാത്മാഗാന്ധിയാണ്, ഒരാൾ എഴുതി അവരാ ഇവരാന്നില്ല. ആ പെൺകുട്ടി എഴുതി, എൻ്റെ അപ്പനും അമ്മയാണ് എൻ്റെ റോൾ മോഡൽ. എൻ്റെ അപ്പനും അമ്മയുമാണ് എൻ്റെ റോൾ മോഡൽ. അയാളെ വിളിച്ചു, അവരുടെ മക്കളെ വിളിച്ച് വളരെ ഇത് കൊടുത്തു. ഒരു കത്തോലിക്ക ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അത് നടന്നത്. നിന്റെ റോൾ മോഡൽ ആരാണ്? അപ്പനും അമ്മയും. വീട്ടിൽ ഭക്തനായി നടിച്ചേച്ച് വെളിയിൽ കാണിച്ചാൽ പിള്ളേരത് കണ്ടുപിടിക്കും. പുത്രപ്രിയായിരിക്കണം, മക്കളെ സ്നേഹത്തിൽ വളർത്തണം. ഹിന്ദിയിൽ ഒരു പറച്ചിലുണ്ട്, അത് കർമ്മേ ഭൂതേ ഗിരിജാമേ ഭൂതേ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ദൂതനും വീട്ടിൽ ചെന്ന ഭൂതമാണ്. നടക്കുക, എല്ലാം നടക്കുക. കണ്ടാൽ എന്തൊരു ഭക്തിയാ. നിന്റെ കള്ളഭക്തി പിള്ളേർ കണ്ടുപിടിക്കും, കൊച്ചു പിള്ളേർ. മനസ്സിലായോ? പിന്നെ അവൻ ഒരിക്കലും ആത്മീയനാകുകയില്ല. പോട്ടെ, പുത്രപ്രിയായിരിക്കണം. ഈ കൈ കൊണ്ട് നെപ്പോളിയനാ പറഞ്ഞത്, താരാട്ടുപാടുന്ന കൈയാ ലോകത്തെ ഭരിക്കുന്നത്. അമ്മമാരെ നമുക്കറിയാം, മലയാളത്തില് ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവെന്ന് എഴുതിയ അതേ തിരുവിതാംകൂർ രാജാവിനെ ഉറക്കാനായിട്ട് ഇരയിമ്മൻ തമ്പി എഴുതിയതായ പാട്ടാണ്. അത് ഞാൻ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു. ആ രാജാവിനെ ആരായിട്ടാണ് അവിടെ പുകഴ്ത്തിയിരിക്കുന്നത്. മക്കളെ വളരെ പ്രശംസിച്ച്, ലക്ഷ്മി പകുതി നെറ്റിയിലിട്ട കുറിയാണോ നീ, താമരയാണോ, ചന്ദ്രനാണോ, മക്കളെ ചൊവ്വ വളർത്തണം, അതിൻ്റെ നാട്ടുകാർ വളർത്തുന്നൊരു പറച്ചിലുണ്ട്. പുത്രപ്രിയായിരിക്കണം. സുബോധം വേണം. സോബറിറ്റി എന്ന് പറയും. കിറുക്കിൻ്റെ എതിര് പദമാണ് സുബോധം. അപ്പോൾ മുടിയമ്പുത്രന് സുബോധം വന്നു. അതുവരെ കിറുക്കാനെന്ന്. വസ്ത്രധാരണത്തിൽ സുബോധം വേണം സഹോദരിമാർക്ക്. നാക്കിന് സുബോധം വേണം. സംസാരത്തിൽ ഇടപെടലെല്ലാം സുബോധം വേണം. സ്ത്രീകൾ സുബോധമുള്ളവരായിരിക്കണം, സോബറായിരിക്കണം. അടുത്തത് പാതിവൃത്യമുള്ളവരായിരിക്കണം. മലയാള ഭാഷയാണ്, നമുക്കറിയാമല്ലോ. ഭാര്യ ഭർത്താവിനെ സൂക്ഷിക്കണം, ഭർത്താവ് ഭാര്യയെ സൂക്ഷിക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. യോസേഫിന് പറ്റിയതായ അബദ്ധം. ഭർത്താവും അതെ, ഭാര്യ പൊത്തിപ്പേരുടെ ഭവനത്തിൽ അങ്ങനെ തന്നെ ആക്കാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സൂക്ഷിക്കണം. അടുത്തത് വീട്ടുകാരും നോക്കുന്നവരായിരിക്കണം. എന്തെല്ലാം ജോലി ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ നല്ല ഭാര്യമാരുള്ള വീട്ടിൽ വളരെ ക്ലീനാണ് കാര്യങ്ങൾ. ഞങ്ങൾ ഉപദേശിമാർ ഒരുപാട് വീടുകളിൽ പോകുന്നവരാണല്ലോ. എൻ്റെ അച്ഛ ഒരിടത്ത് എന്നാൽ ഒരു ബാത്റൂമിൽ കയറാൻ പറ്റാത്ത വീടുണ്ട്. എന്നാൽ വലിയ കാര്യമാണ് പറയുന്നത്.
പക്ഷേ അതെല്ലാം സ്ത്രീകൾ ശ്രദ്ധിക്കണം. അവിടെ അത് കയറി ചെല്ലാൻ ഒക്കിയല്ല. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റത്തിനൊരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ എഴുതി തന്നായ കുറേ ലിസ്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യമുണ്ട്. സോ ലീവ് ഇറ്റ്. വീട്ടുകാരെ നോക്കണം, ഭർത്താവിനെ നോക്കണം, ജോലി നോക്കണം, വീട്ടുകാരെ നോക്കണം. അടുത്തത് ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടത്. ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണം. അത് വളരെ ആവശ്യമാണ്. അതിന് അഹങ്കാരം കുറവുണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ഞാൻ ഏതാണ്ട് വലിയതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരുന്ന ആ ഭർത്താവിന് കീഴടങ്ങാൻ ഒക്കിയില്ല. താമണ്ടനാണോ മരമണ്ടൻ, തനിക്കെന്നെ അറിയാം. പണ്ടൊരാൾ പറഞ്ഞു അഡോണായി എന്നാ സാറാ വിളിച്ചെന്നാ, എഡോണായി എന്നല്ല. മനസ്സിലായോ? അഡോണായി, എൻ്റെ യജമാനെ എന്നാ വിളിച്ചത്. ഭർത്താവ് ഒരു പണ്ടനാണ്, ഇവന് കഴിവൊന്നുമില്ല, അതിന് പറയത്തക്കവണ്ണൊന്നും അറിയാൻ മേലെന്ന് ധരിക്കരുത്. ദൈവം നിനക്ക് തന്ന ഭർത്താവാണ്. പിന്നെ അത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. അതൊക്കെ ദൈവം തന്ന ഭർത്താവിനെ പറ്റും അവഹേളിച്ചാൽ ശിക്ഷയുണ്ടാവും. പലരും പല കാര്യങ്ങളിൽ അപകടപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ അതൊക്കെയാണ്. ശിക്ഷയുണ്ടാവും, തെറ്റാണ്. നാട് സ്നേഹിക്കാമോ, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അല്ലാതെ എതിർക്കാനോ തകർക്കാനോ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി പത്രോസിൻ്റെ ലേഖനം കൂടി ഒന്ന് വായിച്ചാട്ട് പൗലോസ്, പത്രോസിൻ്റെ ലേഖനം കൂടി ഒന്ന് വായിച്ച് 1 പത്രോസ് 3-ാം അധ്യായം. സ്തോത്രം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുകയും അവരിൽ വന്നതിന് കാരണം ഭാര്യമാർ ആ കാലത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത കാലത്ത് സഭകളിൽ സ്വാതന്ത്ര്യം കിട്ടിയവർ വന്നതാണ്. അന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവർക്ക് പ്രാകാരങ്ങളിൽ നിൽക്കാനുള്ള അവകാശമുള്ളത് അവരുടെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും അറിയാൻ മേല എങ്ങനെ ഇടപെടണം. അപ്പോഴാണ് പൗലോസ് പറഞ്ഞ മര്യാദയ്ക്ക് ഇരിക്കും സഭയ്ക്കകത്ത്, അല്ലാതെ മിണ്ടരുതെന്നല്ല. അപ്പൊ സ്ത്രീകളെ, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. അതൊക്കെ പൗലോസ് എഴുതിയിരിക്കുന്ന വലിയ ആഴമായ അർത്ഥത്തിലാണ്. ഭാര്യമാരുടെ നടപ്പ് വചനത്തിന് തുല്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ക്ഷമാശീലം കൊണ്ട് ഭർത്താവിന് നേടാൻ കഴിയും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. ഒരു ക്രിസ്തീയ വനിതയുടെ അലങ്കാരം എന്തായിരിക്കണം? അപ്പോസ്തോലിക സഭ എന്ത് പഠിപ്പിച്ചു? മരിച്ചു കഴിഞ്ഞ് ശവം അടക്കാൻ പോകുമ്പോൾ ശരീരത്തിൽ കിടക്കുന്ന ആഭരണം മുഴുവൻ ഊരിയെടുക്കും. അതെ, പിന്നെ താലി എല്ലാം ഊരിയെടുക്കും. വെറും പെന്തക്കോസ്തുകാരനായിട്ടാണ് പെട്ടിക്കകത്ത് കയറ്റി വിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും. ആഭരണം, വിലയേറിയ നിങ്ങളുടെ അലങ്കാരം, തലമുടി ഡെക്കറേറ്റഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള മുടികളും വലിയ ആഭരണങ്ങളും ധരിക്കുന്നത്. ഈ ആഭരണം ധരിക്കുന്നതിന് സ്വർഗത്തിൽ പോകുകയെന്ന് ചോദിച്ചാൽ അതിന് ഞാനിപ്പോൾ ആൻസർ പറയുന്നില്ല. അതല്ല ഞാനിവിടെ പറയുന്നത്. സഭ ആ കാലം മുതലേ സിനഡുകളിൽ പോലും ആഭരണത്തിനെതിരായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. വിശുദ്ധ മാതാവിൻ്റെ ഫോട്ടോ ലോകം മുഴുവനുണ്ടല്ലോ. കലാകാരന്മാർ വരച്ച കന്യാമറിയാമിൻ്റെ ഫോട്ടോയിൽ എവിടെയെങ്കിലും കന്യാമറിയാമിൻ്റെ കഴുത്തിൽ ഒരു മാലയുണ്ടോ? ഇല്ല. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ നിറക്കിയപ്പോൾ അരിഞ്ഞാണോ അതേ മാലയോ എടുത്തായിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ പറയുന്നതിന് കാരണം ഞങ്ങളേതാണ്ട് പുതിയ ഉപദേശം കൊണ്ടിരുന്ന് ധരിക്കരുത്. വിശുദ്ധന്മാർ എങ്ങനെ ആയിരിക്കണമെന്ന് അപ്പോസ്തോലിക സഭ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഇല്ലാമേലാഞ്ഞിട്ടല്ല. വായിച്ചോട്ടെ. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ്, സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. ഇന്നർ ക്യാരക്ടറാണ് ഇവിടുത്തെ പ്രധാനം. നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ് ദൈവം ഉദ്ദേശിക്കുന്നത്, നോട്ട് യുവർ കരിയർ ഡെവലപ്മെന്റ്. യുവർ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ യുവർ കരിയർ. ഓക്കെ, അടുത്ത വാക്യം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു. നന്മ ചെയ്ത യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവരുടെ മക്കളായി തീർന്നു. അടുത്തത്, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരോട് പറയുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്, മുടങ്ങരുതെന്ന് പ്രാർത്ഥനയ്ക്ക് മുടക്കം ഉണ്ടാക്കാൻ പാടില്ല. പ്രാർത്ഥനയ്ക്ക് സമയം ഉണ്ടാക്കണം. വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ വിവേകത്തോടെ വസിക്കണം. അതും ഒരു കൗൺസിലിംഗ് ഒക്കെ നമുക്ക് പറയാം. സ്ത്രീകളോട് വിവേകത്തോടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്ന് അറിഞ്ഞിരിക്കണം.
ഒരു പുരുഷന്റെ എനർജി 80 വയസ്സ് വരെയാണ്, ഒരു സ്ത്രീയുടെ എനർജി 50 വയസ്സ് വരെയാണ്. സോ നമ്മളത് മനസ്സിലാക്കണം, അവർക്കുള്ളതായ കപ്പാസിറ്റി എന്താണ്. അതുപോലെ തന്നെ സ്ത്രീകൾ എപ്പോഴും സ്ലോയാണ്, പുരുഷനെപ്പോഴും സ്പീഡാണ്. ഇപ്പം നമുക്ക് സഭായോഗത്തിന് പോകാം തങ്കമ്മ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുങ്ങി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാലും സാരിമാർ തിരിയില്ല, എന്നാൽ അവർ വളരെ പതുക്കിയാണ്. കാരണം നീ ഇതുവരെ ഒരുങ്ങിയില്ല, അല്ലാതെ അങ്ങനെ ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് വരും ഇങ്ങോട്ട് വലിച്ചു. അപ്പം സ്ത്രീകൾ എപ്പോഴും സ്ലോലി, ദേ ആർ വെരി സ്ലോ. അത് പുരുഷൻ അറിഞ്ഞിരിക്കണം, അവരത്ര സ്പീഡല്ല. Physically also they are weak vessels. This we should understand and deal with her. വിവേകത്തോടെ ഭാര്യമാരോട് വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കും. സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കണം, ആദരിക്കണം. ഞാൻ ന്യൂസിലൻഡിലായിരുന്ന സമയത്ത് ഒരു മദാമി എനിക്ക് ടിക്കറ്റ് എടുത്തു തരാനായിട്ട് എയർപോർട്ടിൽ നിന്ന് ഓഫീസിൽ ചെന്നപ്പോൾ ഞാൻ കഥക് തുറന്ന് ആദ്യം കയറിപ്പോയി. മദാമ എന്നോട് പറഞ്ഞു, നിന്റെ മര്യാദയാണ്, ഞങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ആദ്യം കയറുന്നത് എന്ന് പറഞ്ഞു. ഒരു കൊട്ടുപടിക്ക് എൻ്റെ തലക്കിട്ട് അടിക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. ഞങ്ങൾ സ്ത്രീകൾക്കാണ് ബഹുമാനം കൊടുക്കുന്നത്. ബസ്സേ കയറിയാൽ നമ്മൾ ആദ്യം കയറും, അവർ പുറകെ കയറും. ആ സ്ത്രീക്ക് ആദ്യം ബഹുമാനം കൊടുക്കണം. അത് ഒരുപാടുണ്ട് കാര്യങ്ങൾ. സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കണം. അത് വളരെ പ്രത്യേകമായ കാര്യമാണ്. സഹോദരി ബലഹീന പാത്രമാണ്, അതുകൊണ്ട് അവൾക്കത് മുൻഗണന കൊടുക്കണം എന്ന് ഓർക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പൗലോസ് എഫേസ്യ ലേഖനത്തിലൂടെ കുറച്ച് വായിച്ചിട്ട് നിർത്താം. എഫേസ്യ ലേഖനം 5:22 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. നീ നിന്റെ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് മറ്റാളുകളുടെ എല്ലാം ഗുണഗണങ്ങൾ ഒരുപാട് പറയരുത്. അതിനെല്ലാം പല കുഴപ്പങ്ങളുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അത് പൊസിഷനില്ല. തലയെന്നുള്ളത് കൊണ്ട് ശരീരമില്ല, തലയുണ്ടോ? ശരീരം ഒന്നാ ഒരുപോലെയാ, തലയും വലുതാ ഒരുപോലെയാ. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങി. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കും. ക്രിസ്തു സഭയെ സ്നേഹിച്ച് നമ്മുടെ ഗുണം കണ്ടല്ല, നമ്മൾ ദോഷികളായിരുന്നപ്പോൾ, പാപികളായിരുന്നപ്പോൾ, നമ്മൾ കുറ്റക്കാരായിരുന്നപ്പോൾ ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചതാണ്, നമ്മുടെ നന്മ കണ്ട് മരിച്ചതല്ല. അതേ സ്നേഹം ഭർത്താവിൻ്റെ ഭാര്യയോട് ഉണ്ടായിരിക്കണം. ക്രിസ്തോസം തിരുമേനിയോട് ഒരിക്കൽ ആരോ മാർത്തോമാ സഭയിൽ പറഞ്ഞു, എൻ്റെ ചെറുക്കനൊരു പെണ്ണിനെ വേണം. അത് എല്ലാവിധ പെണ്ണാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എബിലിറ്റി വേണം, ബ്യൂട്ടി വേണം, ക്യാരക്ടർ വേണം, ഡൗറി വേണം, എലിജിബിലിറ്റി വേണം, ഫാമിലി വേണമെന്നെല്ലാം പറഞ്ഞു. അയാൾ പറഞ്ഞു, അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയായിരുന്നു ഞാനൊരു തിരുമേനി ആകുകയില്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാൻ പ്രയാസമാണ് കേട്ടോ, അതൊന്ന് ഓർത്തോണം. അപ്പോൾ ഭാര്യമാരെ അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് ഷിനുവിന്റെ വീട്ടിൽ വരുന്ന ആൻസിക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നിനക്കുള്ളതെല്ലാം അവളുടേതാണ്. നിന്റെ ബെറ്റർ ഹാഫാണ്, ബിറ്റർ ഹാഫ് അല്ല, ബെറ്റർ ഹാഫാണ്. നിനക്കുള്ളതെല്ലാം അവളുടേതാണ്. വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ചെറുക്കൻ കല്യാണം കഴിച്ച് വെച്ച് വന്നതുകൊണ്ട് എങ്ങാണ്ടിൽ വന്ന പെണ്ണായിട്ടൊന്നും എടുക്കാൻ നോക്കിയില്ല. വാട്ട് എവർ യു ഹാവ് ഇറ്റ് ഈസ് ഓൾ. നിന്റെ ബാങ്ക് അക്കൗണ്ട് അവിടേതാണ്. അതാണല്ലോ അമേരിക്കയിൽ രണ്ടുപേരും കൂടെ ചെക്ക് എഴുതുള്ളൂ. അപ്പോൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം, ഇതെല്ലാം നിന്റേതാണ്. അതിനിടയിൽ ആരും ഒന്നും പറയരുത്. വായിച്ചേ. അവളുടെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാണ്. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. അതൊക്കെ ഗ്രീക്ക് വാക്കുകളാണ്, അതിനകത്ത് വലിയ അർത്ഥത്തിലല്ലേ അത് എഴുതിയിരിക്കുന്നത്. നറേഷൻ ചെറിഷ് അവളെ വളരെ സപ്പോർട്ട് ചെയ്ത് അവളെ വളരെ ബഹുമാനിച്ച് ആദരിച്ചു പോകുന്ന അവൾക്ക് എപ്പോഴും ഒരു സന്തോഷം ക്രിയേറ്റ് ചെയ്യണം ഭർത്താവ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നറീഷൻ ചെറീഷ് ഭക്ഷണം കൊടുക്കുന്നത് കൂടാതെ മാനസികമായ സന്തോഷവും ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കണം. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പനെയും അമ്മയും വിട്ടുകളഞ്ഞേച്ച് ഭാര്യയോട് ചേരാനല്ല പറഞ്ഞത്, വിടും. ഇതുവരെ നിങ്ങൾ അപ്പനെയും അമ്മയുടെ കീഴിൽ വളർന്നു. Now you are a separate family. You have to live alone. ഈ രണ്ടിന്റെ നടുക്ക് മൂന്ന് വരരുത്. ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ
ഈ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും നടുക്ക് ആരും വരരുത്, അത് അബദ്ധമാണ്. അവിടെ അങ്ങനെയാണ് ഏതും തോട്ടത്തിൽ പറ്റിയത്. ആദാമിൻ്റെയും ഹവ്വായുടെയും നടുക്ക് പിശാച് വന്നതാണ് ഈ കുഴപ്പം പറ്റിയത്. അതുപോലെ കല്യാണം കഴിച്ചു വന്നാൽ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ നടുക്ക് നാത്തൂനായി, അളിയനായി, അയൽക്കാരായി, മറ്റവരായി, അമ്മാച്ചനായി എല്ലാം വരരുത്. ഞാൻ ഒരുപാട് കേസ് പറഞ്ഞു തീർക്കാൻ പോയിടത്തെല്ലാം ഈ കുടുംബജീവിതത്തിൽ ഈ പ്രശ്നം വല്ലവരും വന്ന് അത് ഇതുമില്ല. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ രണ്ടിലും കൂടെ മൂന്നാമതൊരാൾ വരരുത്. അമ്മായിപ്പിനാട്ട്, അമ്മായിൻ്റെ ആട്ട്, ആളൊക്കെ കൊള്ളാം, അവരൊക്കെ സ്നേഹിച്ചോണം. പക്ഷേ യു ആർ സെപ്പറേറ്റഡ്, ദാറ്റ്സ് ഗോഡ്സ് പ്ലാൻ. നിങ്ങൾ അവരോട് ചേരും. നിങ്ങൾ ഈ മർമ്മം വലിയത് ഒരു മർമ്മമാണ്. ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നു. പൗലോസ് ഏത് കാര്യം പറയുമ്പോൾ ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ, ഒരു വശം ഈ ലോകത്തിലെ കല്യാണമാണെങ്കിൽ മറുവശം വരുവാനുള്ള ലോകത്തിലെ നിത്യവിവാഹമാണ്. വലിയ ബാങ്കറ്റിനെ കുറിച്ചാണ് യേശുവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ബാങ്കറ്റിൽ നിങ്ങൾ കാണണം. അതിനായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇവിടെ ഇന്ന് പകൽക്കാലം ഞങ്ങളിവിടെ വെറുതെ കുറച്ച് ബിരിയാണി കഴിച്ചേച്ച് പോകുന്നതിനേക്കാൾ ഉപദേശിമാരായ ഞങ്ങൾക്ക്, പാസ്റ്റർമാരായ ഞങ്ങൾക്ക് പറയേണ്ട കാര്യം ഇതാണ്: ക്രിസ്തുവിന്റെ ഏക പുരുഷനുമായി നീ കൈ കൊടുക്കണം. മുമ്പേ കേട്ടതുപോലെ 80 വയസ്സ് അങ്ങ് തീരും, വളരെ ക്വിക്കാണ്. അതെ, ഞാൻ ഏതിനോട് എൻ്റെ ഈ കരയിലാണ് ഇപ്പോൾ നിൽക്കുന്ന 80-ൻ്റെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കല്യാണം കഴിച്ചപ്പോഴൊക്കെ സന്തോഷമായിരുന്നു, വളരെ ചെറുപ്പമായിരുന്നു. ഇപ്പം ഈ 80 ആയത് പെട്ടെന്നായിപ്പോയി. ഇതൊക്കെ അങ്ങ് വേഗം തീരുവേ, ഈ ലോകത്തിൻ്റെ മായൊക്കെ അങ്ങ് തീരുവേ. നിത്യമായൊരു നാട് നമുക്കായിട്ടുണ്ട്. ആ ദിവസത്തിനായി നമ്മൾ ഒരുങ്ങണം. കർത്താവിൻ്റെ വരവെങ്കിൽ അവനോട് കാണപ്പെടുവാൻ നിങ്ങളെല്ലാവരും ഒരുങ്ങണമെന്നുള്ളതാണ് ഈ കല്യാണത്തിൻ്റെ മെസ്സേജ്. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിന